നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിയന്ത്രണങ്ങളോടെ പ്രവാസികൾ ഗൾഫ് മേഖലയിലേക്ക് വന്നു തുടങ്ങി. ഇത്തരത്തിൽ തിരികെ എത്തുന്നവർക്ക് ക്വാറന്റൈൻ നിരീക്ഷണത്തിനായി നൽകുന്ന ട്രാക്കിംഗ് ബ്രേസ്ലെറ്റ് വീടുകളിൽ സ്വയം നീക്കം ചെയ്യാൻ ശ്രമിക്കരുതെന്ന് ആരോഗ്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. 300 റിയാലിൽ കുറയാത്ത പിഴ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണിതെന്നും മന്ത്രാലയം വക്താവ് വ്യക്തമാക്കി. ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ ബ്രേസ്ലെറ്റ്. മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകളിലോ ആശുപത്രികളിലോ അല്ലെങ്കിൽ അംഗീകൃത സ്വകാര്യ മെഡിക്കൽ സെന്ററുകളിലോ വെച്ച് മാത്രമേ ബ്രേസ്ലെറ്റ് നീക്കം ചെയ്യാൻ പാടുള്ളൂവെന്ന് സുപ്രീം കമ്മിറ്റി നിർദ്ദേശിക്കുകയുണ്ടായി. ഇതല്ലാതെ ആരെങ്കിലും വീടുകളിൽ വെച്ച് കേടുവരുത്താനോ ഊരിമാറ്റാനോ ശ്രമിക്കരുത്. ഇങ്ങനെ ശ്രമിച്ചാൽ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ട്രാക്കിംഗ് കേന്ദ്രത്തിൽ മുന്നറിയിപ്പ് ലഭിക്കും. ബ്രേസ്ലെറ്റിന് കേടുവരുന്ന പക്ഷം 200 റിയാലും നിയമലംഘനത്തിന് പിഴ 100 റിയാലും ചുമത്തുന്നതിന് വ്യവസ്ഥകളുണ്ട്. ഒമാനിലേക്ക് എത്തുന്ന സന്ദർശകരും വിദേശ രാജ്യത്ത് നിന്ന് മടങ്ങി വരുന്നവരും നിർബന്ധമായും പാലിക്കേണ്ട കോവിഡ് പ്രോട്ടോകോളിന്റെ ഭാഗമായാണ് ബ്രേസ്ലെറ്റ് ധരിക്കൽ. അതോടൊപ്പം തന്നെ ബ്രേസ്ലെറ്റ് ധരിക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നതും നിയമലംഘനമാണെന്ന് ആരോഗ്യ മന്ത്രാലയം വക്താവ് പറഞ്ഞു. ഒമാനിലേക്ക് എത്തുന്ന സന്ദർശകരുടെ ക്വാറന്റൈൻ വ്യവസ്ഥകളിൽ മാത്രമാണ് മാറ്റം വരുത്തിയിട്ടുള്ളത്. വരുന്നവർക്ക് കുറഞ്ഞത് 1 മാസത്തെ കോവിഡ് ചികിത്സയ്ക്കുള്ള ഇൻഷുറൻസ് നിർബന്ധമാണ്. തറാസുദ് ഇംഷ്രിഫ് ആപ്ലിക്കേഷനുകളിൽ രജിസ്റ്റർ ചെയ്യണം. കൈവശം ഒമാനിലെത്തുന്നതിന് 96 മണിക്കൂർ മുമ്പുള്ള കോവിഡ് പരിശോധനാ ഫലം വേണം. വിമാനത്താവളത്തിൽ എത്തിയ ശേഷമുള്ള പരിശോധനയ്ക്കായി 19 റിയാലും ട്രാക്കിംഗ് ബ്രേസ്ലെറ്റിന്റെ ചാർജായി 6 റിയാലും നൽകണം. 7 ദിവസത്തിന് ശേഷം 8ാമത്തെ ദിവസം PCR പരിശോധനയ്ക്ക് വിധേയമാകുന്നവർക്ക് ക്വാറന്റൈൻ അവസാനിപ്പിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് റെസ്റ്റ് ബാൻഡ് തനിയെ നീക്കം ചെയ്ത സ്വദേശിക്ക് 20 ദിവസം തടവും 500 റിയാൽ പിഴയും ശിക്ഷ വിധിച്ചിരുന്നു. ഹോം ക്വാറന്റൈൻ ലംഘനം കൂടി ചുമത്തിയാണ് തെക്കൻ ബാത്തിനയിലെ പ്രൈമറി കോടതി ശിക്ഷ വിധിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.